ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ഇൻ മൈ ഡേ, അതാണ് സംഭവം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ അലക്കിയിട്ട ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ബെഡിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അതിനുശേഷം പിള്ളേരെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, നമ്മുടെ കറികളും ചോറൊക്കെ ഒന്ന് ചൂടാക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ചാന വെയിറ്റ് ചെയ്തിരിക്കുക. ഇതാണ് നമ്മുടെ ഒരു സാധാരണ ഒരു നോർമൽ ഡേയ്സിലൊരു ഈവനിങ്. അപ്പം ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കഥകൾ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങാം. ശരിക്കും ഇച്ചാൻ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു മാറ്റത്തിൽ പെട്ടതാണ് ഈ കാണുന്ന ഒരു മാറ്റം. പിന്നെ ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. കാരണം ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യാനില്ല. അതൊരു സത്യാവസ്ഥ. ഞാൻ കല്യാണത്തിന് മുമ്പ് ചെയ്യാത്ത പല കാര്യങ്ങളും കല്യാണത്തിന് ശേഷം വളരെ ഭംഗിയായിട്ട് എങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതിൽ പെട്ട ഒരാളാണ്, അതിൽ പെട്ടൊരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അലക്കിയ തുണികളെ മടക്കി വെക്കാത്ത ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ്. ഇത് തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഇച്ചാൻ ഈ റൂമിൽ ഇരുന്നിട്ട് ഒരു സെൽഫി എനിക്ക് അയച്ചു തന്നു. അപ്പൊ അങ്ങനെ ആ സെൽഫി ഞാനിങ്ങനെ കണ്ടപ്പോൾ സെൽഫി നോക്കും ഞങ്ങളുടെ ബെഡ് നോക്കും, സെൽഫി നോക്കും ഞങ്ങളുടെ ബെഡ് നോക്കും. ഇതായിരുന്നു സംഭവം. വേറൊന്നല്ല, ആ സെൽഫിയിൽ ഇച്ചാന്റെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചാന്റെ ഈ ബെഡായിരുന്നു. നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ചെല്ലുമ്പോൾ നല്ല നീറ്റായിട്ട് ബെഡ് ഇടുമല്ലോ, അതുപോലെ ഇരിക്കുന്നു ബെഡ്. ഇത് കണ്ടപ്പോ കർത്താവേ, ഇത് എന്തിട്ട് ഞങ്ങളുടെ ബെഡ് കിടക്കണേ എന്നായി പോയി. അതായത് ഞാൻ ചിഞ്ചു കുറച്ചും കൂടി നീറ്റായിട്ട് നോക്കട്ടോ. ഞാനാണ് സത്യം പറയാം, ഞാൻ തന്നെയാണ് അത് അലമ്പാക്കേണ്ടത് വേറൊന്നല്ല. ഇങ്ങനെ അലക്കി ഇട്ടേക്കണ തുണികൾ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഇടും, അത് മടക്കി വെക്കൂല. അതാണ് ഞാൻ ചെയ്യാറുള്ള ഒരു പരിപാടി. ഈ ഫോട്ടോ കണ്ട വഴിക്ക് ഞാൻ വേഗം ഞങ്ങളുടെ ബെഡ് ഞാൻ അങ്ങോട്ട് നീറ്റാക്കി ഇട്ടു. അപ്പൊ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചിഞ്ചു റൂമിൽ കയറിയുണ്ട്. ചിഞ്ചു വന്നിട്ട് ഇങ്ങനെ എന്ത് പറ്റി, പതിവില്ലാത്തൊരു കാര്യമല്ല, എന്തുണ്ടായി, എന്ത് എന്നോട് ചോദിക്കാം. അപ്പൊ ഞാൻ അതല്ലാതെ ചേട്ടൻ ഇപ്പൊ എനിക്കൊരു സെൽഫി അയച്ചു. ആ സെൽഫിയിൽ അവരുടെ ബെഡ് നീ ഒന്ന് നോക്കി, എന്തൊരു നീറ്റായിട്ട് കിടക്കണം. നമ്മുടെ ബെഡ് എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നില്ല? സത്യം പറഞ്ഞാൽ നല്ല ആട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. കാരണം ഞാനാണ് അലമ്പാക്കുന്ന ഒരാള്. അപ്പോൾ അന്ന് തൊട്ടെടുത്ത തീരുമാനമാണ് നമ്മൾ അലക്കി കൊണ്ടുവന്ന തുണികൾ അപ്പം തന്നെ ഇടാം. ചിഞ്ചു ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കാറുണ്ട്. അതായത് അലക്കി കൊണ്ടുവന്നിട്ട തുണിയുടെ മീതെ വരെ ഞാൻ വേണമെങ്കിൽ കയറി കിടന്ന് തുടങ്ങും. അത്ര പോലും അത് മടക്കി വെക്കില്ല എന്നുള്ളത് സത്യാവസ്ഥയാണെന്ന് പറയാൻ യാതൊരു മടിയില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പം ഞാൻ ഇടയ്ക്കിട്ട ഡ്രസ്സുകളൊക്കെ വേഗം തന്നെ മടക്കി വെക്കാറുണ്ട്. അപ്പം ഞാൻ നല്ല കുട്ടിയെ തുടങ്ങി. അപ്പം അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇച്ചാനിൽ നിന്നും നല്ലത് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനിയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇച്ചാൻ എന്നിൽ നിന്നും പഠിക്കുന്നുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ മാത്രം പഠിക്കണമെന്ന് വിചാരിക്കരുത്, ഇച്ചാനും പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി പരിപാടി വേഗം ഇത് മടക്കി വെക്കാം. വേഗം ഇവിടെ പുന്നവായും എന്റെ മൂള് ചുണ്ടിരിപ്പന്നെ ഉണ്ട് കേട്ടോ തുണി മടക്കി വെക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ ബെഡ്ഷീറ്റ്, ഇത് ഞങ്ങളുടെ പുതപ്പാണ്. എന്റെ മൂള് തലയിലിട്ടൊക്കെ നടക്കുന്നത്. അപ്പൊ ഇത് ഹായ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണം, വേണ്ടേ? ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ ഒരുവിധം കലാപരിപാടികളും കഴിഞ്ഞു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഒന്ന് അടുക്കളയിൽ ഒന്ന് ചോറ് ചൂടാക്കാനുള്ള പരിപാടികളൊക്കെ, പിള്ളേരെ കുളിപ്പിക്കുക, ഞാൻ കുളിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു. എനിക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു പാത്രം വയ്ക്കുന്നു, ആ പാത്രം വയ്ക്കുന്നു, അങ്ങനെ അടുക്കളയിലത്തെ സംഭവം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ചട്ടപ്പടയെന്ന് പറഞ്ഞ പരിപാടി തീർക്കണം, പിന്നെ പിള്ളേരെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, നമുക്ക് അതിൻ്റെ ഇടയിൽ ഫോണും കൊണ്ട് നടക്കൽ നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കണം. പിന്നെ കുറച്ച് നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ഹോളിൽ എന്താ നടക്കണേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അവിടെ അപ്പനും മക്കളും കൂടി കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അത് കാണിച്ചു തരാം. നമ്മൾ എന്തോ അപ്പപ്പോടെ മമ്മോട് പറഞ്ഞിട്ടില്ല. പെട്ടെന്നുണ്ടായ തീരുമാനമാണല്ലോ, പറയാട്ടോ. നമ്മള് തീരെ പ്ലാൻ ചെയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കാര്യത്തിൽ മിക്കതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ നടക്കാറുള്ളത്. അപ്പോൾ ഇതും ആസ് യൂഷ്വൽ അങ്ങനെ തന്നെയാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ രാത്രി യാത്ര അത്രയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് 4 പേര് ഇരിക്കുന്നത്. പിന്നെ ഈ യാത്രയുടെ മെയിനായിട്ടൊരു ലക്ഷ്യം ചച്ചുമോൻ്റെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ആ ആഗ്രഹം എന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇവിടെ സെൻട്രലത്തെ പിസ്സ ഹട്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. ഈ ചോയെ എന്താ ഈ ചോയ അവസ്ഥ? നല്ല കട്ട ബ്ലോക്ക്. ഈ നേരം വീട്ടിൽ നിന്ന് നമുക്ക് പിസ്സ ഉണ്ടാക്കി കഴിക്കായിരുന്നു.
അല്ല, വെറുതെ ഒരു അതിശയോക്തിക്ക് ഞാൻ പറഞ്ഞതാ. അത്രയ്ക്ക് നേരം ആയിട്ടില്ല, എന്നാലും നല്ല ബ്ലോക്ക് ഉണ്ട്. കുഞ്ഞു 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 അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിസ്സ ഹട്ടിലേക്കാണ് കേട്ടോ പോണത്. ചച്ചുമോനെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ ആയിരുന്നത്. പക്ഷേ ഞാൻ ഇച്ചാനും കൂടി പറയുന്നത് അവൻ ജസ്റ്റ് ഒന്ന് കേട്ടു. ഞങ്ങളും ശ്രദ്ധിച്ചില്ല അവൻ അടുത്തുണ്ട് എന്നുള്ളത്. കാരണം കുറേ നാളായിട്ട് ആൾ പറയണോ ബർഗർ വാങ്ങിച്ചു തരുമോ, പിസ്സ വാങ്ങിച്ചു തരുമോ എന്നൊക്കെ. അപ്പം നമ്മളിങ്ങനെ നീട്ടി നീട്ടി പോകുമായിരുന്നു. കാരണം നമുക്കത് അത്രയ്ക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഇതുവരെയായിട്ട് ആൾക്കത് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, രണ്ടുപേർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പിസ്സ പറഞ്ഞു നമുക്കൊരു പിസ്സ വാങ്ങിച്ചു കൊടുക്കാൻ കുറേ നാളായില്ലേ പറയണത്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് രണ്ടൊരു മുഖത്തുണ്ട്. അപ്പം അവിടെ ചെന്ന് മെനു കാർഡ് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ആശാൻ പിസ്സ എന്നല്ല പറഞ്ഞത്, വേറെ എന്തൊക്കെയാണ്. കുഞ്ഞിപ്പെണ്ണ് തല തിരിച്ചിട്ടാണെന്നാണെങ്കിലും ചേട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ചെറിയൊരു ഡോക്യുമെൻറ്റും കൂടിയാണ് കേട്ടോ. അത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചച്ചുമോനാണ്. കാരണം അവൻ കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ വീഡിയോ ഞങ്ങൾ അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചാനും കൂടി എന്ത് സംസാരിച്ചാലും അപ്പം അതിൻ്റെ ഇടയിൽ കയറി വന്നിരിക്കുക. ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കുക. കണ്ട ഇതുപോലെ സ്വസ്ഥ സമാധാനത്തിൽ ഇരുന്നിരുന്ന ചെക്കനായിരുന്നു. ഇനി ഇത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശാനെ കാണാം ഞങ്ങളുടെ ഇടയിൽ. ആദ്യം എൻ്റെ മടിയിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചായ ഞാനിപ്പോൾ ഇത് എന്തിനാ വന്നത്, എനിക്ക് കഴിക്കണ്ടേ? അപ്പോൾ അവൻ പറയാം അമ്മ കഴിക്കണ്ട, ഞാൻ മാത്രം കഴിച്ചാൽ മതി. ഒന്ന് നന്നായി എന്തായാലും. അപ്പോൾ അതൊക്കെയായിരുന്നു വിറ്റായിരുന്നത് കേട്ടോ. അപ്പം ഇത് ശരിക്കും ഡോക്യുമെൻ്റാണ് ചച്ചു, നിനക്ക് വേണ്ടി മാത്രമുള്ള ഡോക്യുമെൻ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അച്ഛൻ എൻ്റെ മടിയിലിരുന്ന്. അത് കഴിഞ്ഞ് പിന്നെ അവൻ തന്നെ വിചാരിച്ചു ശരിയാവില്ല, ഇനിയിപ്പോൾ എങ്ങാനും അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുപോയാലും. എന്നാലും ആൾ മാറിപ്പോയില്ല കേട്ടോ, ഞങ്ങളുടെ ഇടയിൽ തന്നെയായിരുന്നു ഇരുന്നത്. അപ്പം ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറയായിരുന്നു, ഇച്ചാൻ സ്വർഗത്തിലത്തെ കട്ടുറുമ്പിനെ കണ്ടുണ്ടോ? താ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂത്ത പുത്രനാണ് ആ കട്ടുറുമ്പ്. അപ്പോൾ ഇതുപോലത്തെ കട്ടുറുമ്പുകൾ പല വീട്ടിലുണ്ടാവും എന്നിങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് പിന്നെ ആ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നില്ലടാ. അവൾക്ക് ആ പ്ലേറ്റ് കിട്ടി പിന്നെ എന്തോ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു പ്ലേറ്റ് തുടയ്ക്കാനായിട്ട്. ടിഷ്യൂ വെച്ച് 4 പ്ലേറ്റും തുടച്ചു. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ കളിയും ബഹളമൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് കുട്ടി വന്നിട്ട് അവർക്കൊരു ബലൂണൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതെന്തായാലും നന്നായിട്ടുണ്ട്. കാരണം 2 പേരും കുറച്ച് ഡീസൻ്റ് ആയിട്ടിരുന്നായിരുന്നു. അപ്പോൾ നമ്മളുടെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് സാധിച്ചു കൊടുക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. സത്യത്തിൽ ഇതത്ര ഹെൽത്തി അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. എന്നാലും അവനിങ്ങനെ കുറേ നാളുകളായിട്ട് പറയുമ്പോൾ അതങ്ങനെ സാധിച്ചു കൊടുത്ത് അപ്പോൾ ആ സമയത്ത് അവൻ്റെ ആ മുഖത്തെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അവനിത് അങ്ങനെ ആസ്വദിച്ച് കഴിക്കും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവന് ഈ നാടൻ ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതൊരൊക്കെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ആൾ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ കഴിക്കുന്നത്, വൺ ടൈമേ കഴിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിസ്സ കഴിച്ച് വേഗം വീട്ടിലേക്ക് പോവുകയാണ്. കാരണം നമ്മൾ ഉറങ്ങേണ്ട നേരമായി തുടങ്ങി. ഹലോ കുഞ്ഞി, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഔട്ടിങ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ? ഇഷ്ടമായിരുന്നു പറ്റാ അച്ഛ പറയണ എൻ്റെ മൂക്ക് ഹായ് പറയണ ടാറ്റ പറയണ അത്ര അറിയുള്ളൂ. ഇന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളെല്ലാം പറയാം. പക്ഷെ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഹായ് ടാറ്റയൊക്കെ പറയുള്ളൂ. എല്ലാവരോടും സുഖാണോ എന്ന് ചോദിക്കി, ചോദിക്കി സുഖാണോ. ഞങ്ങൾ പതുക്കെ പറയുള്ളൂ, ഞങ്ങൾ ഇത്തിരി സൈലന്റ് ആയിട്ടുള്ള ആളാണ് എന്ന് മറ്റുള്ളവരെ സുഖാണോ തെറ്റിദ്ധരിപ്പിക്കലാണ് ഞങ്ങളുടെ മെയിൻ ഒരു ഹോബി. എന്ത് പറയാന്നാണെങ്കിലും ഞങ്ങൾ പതുക്കെ പറയുള്ളൂ. നമ്മളിങ്ങനെ ചെവി കൂർപ്പിച്ചിരിക്കണം. പക്ഷെ ഞങ്ങളോടൊക്കെ ചാടി കളിക്കും. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ കഴിഞ്ഞാൽ ഡീസൻറ്റ് പാർട്ടിയാണ് അല്ലേ അമ്മ? അമ്മയുടെ കുഞ്ഞ് ഡീസൻ്റ് അല്ലേ? എല്ലാവരും ഫുഡ് കഴിച്ചോ എന്ന് വെച്ചേ, ഫുഡ് കഴിച്ചോ? അപ്പോൾ ഇവിടെ ബഹളാണ്, ഉറങ്ങാനാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ ജോഷുവ തോമസ് സിജു. താങ്ക് യു. എന്തിനപ്പം താങ്ക് യു പറഞ്ഞേ? വെൽക്കം. അപ്പോൾ അങ്ങനെ പിസയൊക്കെ കഴിച്ച് കുറച്ച് ഓണായിട്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഉറക്കണം. ഇത് ഉറങ്ങിയാലാണ് നമുക്കൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ. നല്ല ഉറക്ക പിസ എനിക്കുണ്ട്. അപ്പോൾ പിച്ചായും ചച്ചുമോനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഉറങ്ങി കഴിഞ്ഞാൽ ഇതിനും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളും സൈഡാവും. നല്ല ഉറക്ക പിസ എന്ന് പറഞ്ഞാൽ അന്നത്തെ സെറ്റ് ഉറക്കം വരണ്ട എനിക്ക്. പോട്ടെ, ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.
ഉമ്മ.